ബംഗളൂരു സ്ഫോടന കേസിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് സുപ്രീം കോടതി 9 കേസുകൾ ഒന്നിച്ച് പരിഗണിച്ചുകൂടെയെന്നും പ്രതികളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വേണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. എസ് സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ. പ്രജീഷ്, കർണാടകയിലെ പ്രത്യേക കോടതിയിൽ താനുമായി ബന്ധപ്പെട്ട 9 കേസുകളുണ്ട്. ഇത് ഒരുമിച്ച് വിചാരണ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം അബ്ദുൽ നാസർ മദനി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു സത്യവാങ്മൂലമായി തന്നെ ഇത് ഉന്നയിക്കുകയും ചെയ്തു. ഇന്ന് വാദത്തിനിടയിലും മദനി അതുതന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. കാരണം ബാംഗ്ലൂരിൽ 9 സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 9 കേസുകളും വെവ്വേറെയാണ് പരിഗണിക്കുന്നത്. ഓരോ കേസിലും 91 സാക്ഷികളുണ്ട്. ഇവരെ 9 തവണ വിചാരണ ചെയ്യേണ്ടി വരും. ഇത് ഈ കേസിന്റെ അന്തിമവാദം പൂർത്തിയാകുന്നതിന് ഏറെ കാലതാമസം എടുക്കുമെന്നും മദനി ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞു. ഇതേ തുടർന്നാണ് സുപ്രീം കോടതി കർണാടകയോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് 9 കേസുകളും ഒരുമിച്ച് വിചാരണ നടത്തിക്കൂടാ, ഈ കേസിലെ എല്ലാ പ്രതികളും ഒന്ന് തന്നെയാണെങ്കിൽ അത്തരത്തിൽ വിചാരണ നടത്താം എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്തായാലും ഇക്കാര്യത്തിൽ, അതായത് ഈ 9 കേസുകളിലെയും പ്രതികൾ ഒന്ന് തന്നെയാണോ എന്ന് വ്യക്തമാക്കാൻ കർണാടകയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി കർണാടകയോട് ആവശ്യപ്പെട്ടത് എപ്പോഴാണ് ഇതിന്റെ വിചാരണ പൂർത്തിയാക്കാൻ കഴിയുക എന്നതാണ്. കാരണം നേരത്തെ മദനിക്ക് ചികിത്സയ്ക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ കർണാടക പറഞ്ഞത് 4 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ അത് ഉണ്ടായില്ല. ഇപ്പോൾ ഏകദേശം 8 മാസം കഴിയുന്നു, എന്നിട്ടും വിചാരണ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനും സുപ്രീം കോടതി കർണാടകയോട് ആവശ്യപ്പെട്ടു. അടുത്ത വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. എസ് സന്തോഷ്, സുപ്രീം കോടതിയിൽ.